അധ്യക്ഷൻ, നിങ്ങളുടെ പ്രതിനിധി, ഈ നാടിന്റെ മകൻ, വേദിയിൽ സദസ്സിരിക്കുന്ന എല്ലാ ബഹുമാന്യരെയും ഞാൻ ചില പഴയ സുഹൃത്തുക്കളെ കാണുന്നു. KP സൽമാനോടൊപ്പം നിങ്ങൾ ആദ്യത്തെ ടേമിൽ ഒരുമിച്ച് MP ആയി നിന്നതാ. ഇവിടെ പല സുഹൃത്തുക്കളുടെ എല്ലാവരും പേര് പറയാൻ തുടങ്ങി. എല്ലാവരും വൈകും. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെ, പറവൂർ നിവാസികളെ, ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ വലിയ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ ഇടയിൽ എത്തിയിരിക്കുന്നത്. സന്തോഷവും ആത്മവിശ്വാസം. നിങ്ങൾ 5 തവണ നമ്മുടെ VD സതീശനെ വിജയിപ്പിച്ചിട്ട് നിങ്ങളുടെ പ്രതിനിധിയാക്കിയത്. 2001 മുതൽ ഒരു 1/4 നൂറ്റാണ്ട് അദ്ദേഹം നിങ്ങളുടെ പ്രതിനിധിയായി നിങ്ങളുടെ എല്ലാ വിഷയത്തിലും നിങ്ങളൊപ്പം നിന്നിട്ടുണ്ട്. നിങ്ങളുടെ സുഖം, നിങ്ങളുടെ ദുഃഖം. 2018 പ്രളയത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ പ്രളയത്തെക്കുറിച്ച് എന്തൊക്കെ വായിച്ചു, അദ്ദേഹം എന്തൊക്കെ ചെയ്തു. നോർത്ത് പറവൂർ, ഈ വടക്കൻ പറവൂരായിരുന്നു എല്ലാം വെച്ച് കൂടുതൽ വെള്ളക്കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മാനേജ്മെന്റിന് വേണ്ടി ഇറങ്ങിയിട്ടും അത് കഴിഞ്ഞിട്ട് 350 വീട് കെട്ടാൻ സഹായിച്ചതും അദ്ദേഹത്തിന്റെ മുൻകൈ എടുത്തിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ കോവിഡ് സമയത്ത് അതിന്റെ നേതൃത്വം നമ്മൾ എല്ലാവർക്കും കാണാൻ സാധിച്ചു. പക്ഷെ അത് മാത്രമല്ല, ഈ 5 ടേമിൽ അദ്ദേഹം എന്തൊരു ജനപ്രതിനിധിയാണ്. നിങ്ങളുടെ ഓരോ രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിന്നിട്ടുണ്ട്. നിങ്ങളുടെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, കേരളത്തിന്റെ മൊത്തമുള്ള വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ പോലെ ഗവേഷണം ചെയ്ത്, റിസർച്ച് ചെയ്ത്, ഹോംവർക്ക് ചെയ്ത്, പിള്ളേർ എപ്പോഴും പറയും സതീഷ് പോലെ ഹോംവർക്ക് ചെയ്യാൻ അറിയണം. അദ്ദേഹം ഹോംവർക്ക് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം നിയമസഭയില് ശബ്ദത്തോടെയും ബുദ്ധിയോടെയും അനാലിസിസോടെയും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ സർക്കാരിനെ, അതിന് മുമ്പത്തെ സർക്കാരിനെയും അച്യുതാനന്ദ സർക്കാരിനെയും ബുദ്ധിമുട്ട് കൊടുത്ത ഒരു ജനപ്രതിനിധി ശ്രീ VD സതീശൻ തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് ഈ 5 വർഷക്കാലം അദ്ദേഹം ഓരോരോ ഈ സർക്കാരിന്റെ കഴിവില്ലായ്മയും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട്, അവരുടെ അഴിമതി, അവരുടെ തെറ്റുകൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ഞാൻ സതീഷിന് വേണ്ടി ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് വെറും നിങ്ങളുടെ പ്രതിനിധിക്ക് വേണ്ടി മാത്രമല്ല, വെറും ഒരു MLA മാത്രമല്ല, ഒരു നേതാവിനാണ്. അദ്ദേഹം ജയിച്ചു വരുമ്പോൾ വെറും ഒരു MLA ആയിരിക്കില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ആ കാര്യത്തിനൊക്കെ കേരളത്തിന്റെ ഓരോ ആവശ്യത്തിന് വേണ്ടിയും പറവൂരിന്റെ എല്ലാ വിഷയത്തിനു വേണ്ടിയിട്ടും നിങ്ങൾ VD സതീശനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് കൊടുത്തിട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. അതിന്റെ അഭ്യർത്ഥനം. താങ്ക് യു. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ നാടിന്റെ ആവശ്യം ഇതാണ്. അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഒപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചിട്ട് ഈ 10 വർഷക്കാലത്തിന്റെ ദുർഭരണം നമ്മൾ അവസാനിപ്പിക്കണം. ഈ സംസ്ഥാന സർക്കാരിനെ മാറ്റാനുള്ള ആവശ്യം നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. കാരണം അവർ ഈ 10 വർഷക്കാലം ചെയ്തിരിക്കുന്നത് കുഴപ്പങ്ങളും അഴിമതിയും സ്വർണ്ണക്കൊളയും എല്ലാ വിധത്തിലെ പ്രശ്നങ്ങളും മാത്രമല്ല, അവർ കേരളത്തിന്റെ ഭരണത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും കേരള മോഡലിനെ കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്ത് കേരള മോഡൽ, ഇപ്പൊ ആ കേരള മോഡൽ ഒരു കടത്തിന്റെ മോഡലായി മാറി വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഡെറ്റ് മോഡൽ. ഇന്ത്യയിലത്തെ 2ാം സംസ്ഥാനമാണ് നമ്മൾ കടത്തത്. അവർക്ക് ഒരു കഴിവില്ലായ, അവർക്ക് ഒരു വികസനം ചെയ്യാൻ സാധിക്കാത്തതൊക്കെ അവർ ഒഴിക്കാൻ എന്താണ്, കടം വീണ്ടും എടുക്കുക. സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും ശമ്പളം കൊടുക്കാൻ കാശില്ലായി സർക്കാരിന്. ഓണം ബോണസ് കൊടുക്കാൻ കൂടി അവർ ശമ്പളവും ബോണസും കൊടുക്കാൻ വേണ്ടി അവർ വീണ്ടും കടം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആരാണ് ഈ കടം വീട്ടാൻ പോകുന്നത്? നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പേരക്കുട്ടികളും കൂടി അത്രത്തോളം കടം എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കേരളം ഇങ്ങനെ പഴക്കില്ല. നമ്മൾക്ക് കേരളത്തിനൊരു ഭാവി ഉണ്ടാക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സിസ്റ്റമിനെ മാറ്റിയേ പറ്റൂ, ഈ സർക്കാരിനെ മാറ്റിയേ പറ്റൂ. നമ്മൾക്കറിയാം, നമ്മൾ യുവാക്കളൊക്കെ ഈ സംസ്ഥാനം വിട്ടിട്ട് അന്യ സംസ്ഥാനങ്ങൾക്കോ അന്യ രാജ്യങ്ങൾക്ക് പോവുകയാണ്.
ഇവിടെ CPM ഭരണത്തിന്റെ സമയത്ത് അവർക്ക് ഒരു തൊഴിലവസരം കാണുന്നില്ല, ജോലിക്ക് സാധ്യതയില്ലാത്ത സ്ഥിതിയിൽ നമ്മൾ നാട് വിട്ടുപോകണം. നമ്മളുടെ അച്ഛനമ്മമാർക്ക് അറിയാം, അവരെ കുട്ടികളെ നിലനിർത്താനുള്ള മാർഗം ഈ സർക്കാർ കൊടുത്തിട്ടില്ല. എല്ലാ വർഷവും അവർ കടത്തിന്റെ പലിശയും പെൻഷനും ചെലവാക്കുന്ന പൈസ വികസനം ചെലവാക്കണമെങ്കിൽ 2 ഇരട്ടിയാണ്. അപ്പൊ വികസനം ചെലവാക്കാൻ പൈസ ഇല്ലാത്ത സർക്കാർ എങ്ങനെ നമ്മളുടെ സംസ്ഥാനത്തിന് വേണം നന്മ ചെയ്യാൻ സാധിക്കും? നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. ഇതെല്ലാം സതീഷിനൊക്കെ ഡീറ്റെയിലായി പഠിച്ച് എന്നെങ്കിലും ഫാക്ട്സും ഫിഗേഴ്സും നിങ്ങളോട് പറയാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം പറയണത് ഇവരെ കുഴപ്പം മാത്രമല്ല, നമ്മൾക്കൊരു പുതിയൊരു പരിഹാരം കൊണ്ടുവരണം. നമ്മൾക്കൊരു പുതിയ രീതിയിൽ നമ്മളുടെ യുവാക്കൾക്ക് ഒരു പ്രത്യാശ കൊടുക്കണം. അതിനൊപ്പം ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിതിയുടെ ആരോഗ്യം പ്രത്യേകിച്ച് നമുക്ക് വീണ്ടും നന്നാക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. ഈ കൊടിക്കാര് ഭരിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്നില്ല. ഇൻവെസ്റ്റ്മെന്റ് വരാൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാതിൽ തുറക്കണമെന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിർബന്ധമായിട്ട്. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദുഃഖ വാർത്തയാണ്. എല്ലാ ഭാരതീയ സംസ്ഥാനത്തില് കർഷകരുടെ ആത്മഹത്യയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ദുഃഖം തന്നെയാണ് നമുക്കും അനുഭവിച്ച ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ആകെ ഒരൊറ്റ സംസ്ഥാനത്തിലെ ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മഹത്യ ഉണ്ടായിട്ടുള്ളൂ. 2 ഇൻവെസ്റ്റർമാർ ഈ CPM ഭരണ സമയത്ത് അവര് ലൈഫ് സേവിങ്സിനെ, ജീവിതത്തെ അവർ സേവ് ചെയ്യാനൊക്കെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ മുക്കിയ ശേഷം ഈ സർക്കാരിന്റെ ഓരോരോ തടസ്സങ്ങൾ കൊണ്ടുവന്നിട്ടും ഓരോരോ ഫയൽ ക്ലിയറൻസ് ചെയ്യാതെയും ഓരോരോ പെർമിഷൻ കൊടുക്കാതെയും ലൈസൻസ് കൊടുക്കാതെയും പെർമിറ്റ് കൊടുക്കാതെയും ഇവർ അവസാനത്തിൽ 2 പേര് ആത്മഹത്യ ചെയ്തിട്ട് അവർ എഴുതി പറഞ്ഞു, ഞങ്ങൾ ആരെയും ഉപദേശിക്കില്ല കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇങ്ങനെയൊരു കഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പോകണം? ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ആരാണ് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ പോകണം? നമ്മൾ യുവാക്കൾക്ക് തൊഴിലില്ലെങ്കിൽ എവിടുന്നാണ് വരുമാനം വരാൻ പോകണം? നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് വെറും സമ്പന്നർക്ക് കാശുണ്ടാക്കാനല്ല. അവരിവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ആരംഭിച്ചാൽ നമ്മളുടെ യുവാക്കൾക്ക് അവർ തൊഴിൽ കൊടുക്കും, അവർക്ക് വരുമാനം വരാൻ തുടങ്ങും, അവർ ടാക്സ് കൊടുക്കും. അങ്ങനെയല്ലേ സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ കൂടാൻ സാധിക്കും. അത് അത്യാവശ്യമാണ്. അത് ഞങ്ങൾ പ്രപ്പോസ് ചെയ്ത ഒരു കാര്യം നമ്മുടെ പ്രകടന പത്രിക ഇറങ്ങിക്കഴിഞ്ഞു, പേരുണ്ട്. അതിന് ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങൾ ആവശ്യപ്പെട്ടു. ഇൻവെസ്റ്റേഴ്സിന് വിശ്വാസമുണ്ടാവുന്ന നിയമപ്രകാരം അവർക്ക് അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ അവരുടെ പണം ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് നമ്മൾ സ്വീകരിക്കുന്നത് മാത്രമല്ല, എളുപ്പമാണ്. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഒക്കെ പറയുന്നു ഈ സർക്കാർ. എവിടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്? ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം പിന്നെ വീണ്ടും ഇപ്പൊ 20 സ്ഥലത്ത് പോകാനുണ്ട്, 20 ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശരിക്കുള്ള സിംഗിൾ വിൻഡോ ക്ലിയറൻസ്. നമ്മൾക്ക് ഈ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നൊരു സംശയമില്ല. ഏത് മേഖലകൾ? നമ്മുടെ മഹാരാഷ്ട്രയും തമിഴ്നാട്ടിൽ പോലെ വലിയ ഫാക്ടറികളും പുക വലിക്കുന്ന വലിയ സ്മോക്ക് സ്റ്റാക്ക് ചിമ്നീസ് ഒന്നും വേണ്ട. അത് നമുക്ക് എന്തായാലും ഭൂമിയില്ല. നമ്മള് ഒരു ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ്, നമുക്ക് അത്ര ഭൂമി ഉണ്ടാവില്ല. പരിസ്ഥിതി ബാധിക്കുന്നത്, പരിസ്ഥിതി ഒരു വിഷയമാണ് സതീഷിന്റെ നിയമസഭയിൽ. അദ്ദേഹത്തിനറിയാം പരിസ്ഥിതി ബാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ സംസ്ഥാനത്ത് വേണ്ട. പക്ഷെ അതല്ലാത്ത പല പുതിയ മേഖലകളുണ്ട്. ഈ സർക്കാർ അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ടില്ല. കേരളത്തിൽ നമുക്ക് പഠിപ്പും അറിവുമുള്ള യുവാക്കളെ ഇവിടെ തന്നെ നിലനിർത്താൻ എന്തൊക്കെയുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരണം, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ഒരു പുതിയൊരു ഫീൽഡുണ്ട്. ബയോടെക്നോളജി എല്ലാവർക്കും അറിയാം, പക്ഷെ ബയോജെനറ്റിക്സ് അതെന്താണ്? നമ്മളുടെ സംസ്ഥാനത്ത്, നിങ്ങളുടെ കൊച്ചിയിലേക്ക് എല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ 3000 വർഷമായിട്ട് ഓരോരോ ആൾക്കാരുടെ ജീൻസ് വന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ ജീൻ പൂളിനെ മിക്സ് ആയിട്ട് ആരബ്സ് വന്നിട്ടുണ്ട്, ചൈനീസ് വന്നിട്ടുണ്ട്, ജൂസ് വന്നിട്ടുണ്ട്, യൂറോപ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് ഇവിടെ കലക്കി മിക്സ് ചെയ്ത നമ്മളുടെ ദ്രവിഡിയൻസ്, നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും കൂടി വന്ന ശേഷം നമ്മളുടെ ജെനറ്റിക് റിച്ച്നെസ് അത് ഭയങ്കരമാണ്. നമ്മൾക്ക് ഒരു ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കേരളത്തിൽ ക്ഷണിച്ചിട്ട് നമ്മളുടെ ജെനറ്റിക്സ് പഠിച്ചിട്ട് ബയോജെനറ്റിക്സിന്റെ ഇപ്പോൾ ഐസ്ലാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചെറിയ രാജ്യം, നമ്മൾ ഐസ്ലാൻഡിൽ എത്രയോ കൂടുതൽ ജെനറ്റിക് മിഷൻസ് ഉണ്ടാവും. അതൊരു പുതിയൊരു മേഖലയാണ്. പിന്നെ 3 മാസം മുമ്പ് കേന്ദ്ര സർക്കാർ പുതിയ നിയമം പാസാക്കി. സ്പേസ് റിസർച്ചിലും സ്പേസ് ടെക്നോളജിയിലും ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് അനുവദിക്കും. എന്തുകൊണ്ട് കേരളം വീണ്ടും സ്പേസിൽ നമ്പർ 1 ആയിക്കൂടാ? നമ്മൾക്കല്ലേ VSSC, നമ്മൾക്കല്ലേ തുമ്പ, അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ അല്ല കേന്ദ്ര സർക്കാരിന്റെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ രണ്ടാൾക്കും അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള കാശില്ലേ പറയുന്നു. ശരി, നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാം. ഇന്ത്യയിലത്തെ ആകെ ഒറ്റ സ്പേസ് യൂണിവേഴ്സിറ്റി ഉള്ളത് കേരളത്തിലാണ്.
അതിന് ഗ്രാജുവേറ്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ നിലനിർത്താൻ സാധിക്കും. ഇവരെന്തിനാണ് ബാംഗ്ലൂരിലും അന്യ രാജ്യത്തേക്കും പോകുന്നത്? ഇവിടെ തന്നെ നിലനിർത്താൻ ഇവർക്ക് അവസരം കൊടുക്കാം, സ്പേസ് ജോലി ചെയ്യാം. ഞാൻ എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങളെ പറയല്ല. നമുക്ക് ഇനിയും നമ്മൾ അറിയപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. തുറമുഖ, നിങ്ങൾക്ക് വെള്ളാർപ്പാടമുണ്ട്, എന്റെ മണ്ഡലങ്ങൾക്ക് വിഴിഞ്ഞമുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര നീളമുള്ളൊരു തീരദേശമുള്ളപ്പോൾ എന്തുകൊണ്ട് കൂടുതൽ തുറമുഖങ്ങൾ വന്നുകൂടാ? പോർട്ട് ലെഡ് ഡെവലപ്മെന്റ്. ഈ കാലത്ത് 21ാം നൂറ്റാണ്ടിൽ പലരും ക്രൂസ് ചെയ്യുന്നുണ്ട്. കപ്പലിനെ കയറിയിട്ട് സുഖിക്കാൻ ഇറങ്ങുന്ന ടൂറിസ്റ്റ്. അവര് നമ്മളല്ലേ പിടിച്ചു വെക്കേണ്ടത്? നമ്മളുടെ തീരദേശം നോക്കൂ, എന്ത് ഭംഗിയാണ്. വിചാരിക്കും നമുക്ക് വിഴിഞ്ഞം മുതൽ വെള്ളാർപ്പാടിനെ കോഴിക്കോട് ബേപ്പൂരൊക്കെ കയറിപ്പോയ കപ്പലുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ പോയി ചെയ്യാൻ സാധിക്കും കേരളത്തിൽ ടൂറിസം കൊണ്ടുവന്നിട്ട്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കാനുള്ള സമയം വൈകി. ഇതേപോലെ നമുക്ക് പല ഐഡിയാസ് ഉണ്ട്. നിങ്ങൾ സതീഷിന്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ കൊണ്ടുവരാൻ ആ നേതൃത്വം കൊടുക്കാൻ ഇപ്പോഴത്തെ സർക്കാരിനാവുന്നില്ലല്ലോ. അവരുടെ പഴയ 19ാം നൂറ്റാണ്ടിലത്തെ ഐഡിയോളജിയും അവരുടെ ഇന്നലത്തെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും പറഞ്ഞിട്ടല്ല ഈ സംസ്ഥാനം നന്നാൻ പോണത്. നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും, എങ്ങനെ നമ്മൾ അവർക്കൊരു ഒരു പ്രത്യാശ കൊടുക്കുന്നത് എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചർ ഈ സംസ്ഥാനത്തിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് നമ്മളുടെ ഐക്യജനാധിപത്യ മുന്നണി. ഇംഗ്ലീഷിൽ നമ്മളുടെ ഒരു ചെറിയൊരു മുദ്രാവാക്യമുണ്ട്, തിങ്ക് ടുമോറോ വോട്ട് UDF. നാളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ UDF-നെ വോട്ട് ചെയ്യണം. കാരണം ഞങ്ങളുടെ ചിന്ത മാത്രമാണ് നാളെക്കുറിച്ച്. അപ്പൊ ഞാൻ ഒരിക്കലും നിങ്ങൾ പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കുന്നത് ഒരു നല്ല മനുഷ്യന്റെ കഴിവ് ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല, അദ്ദേഹം ജയിക്കണം, അത് നിങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ആ വഴിക്ക് അദ്ദേഹത്തെ വിജയത്തിന്റെ ഒപ്പം നമ്മൾക്ക് ഐക്യജനാധിപത്യം എന്നൊരു സർക്കാർ കൊണ്ടുവരണം. അതിന്റെ സമയം ആയി. 10 വർഷക്കാലം നമ്മളെല്ലാം നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്തതൊക്കെ കണ്ടു കഴിഞ്ഞു. സർക്കാരിന്റെ കൈവതിയായും അഴിമതിയും തെറ്റുകാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഒരു പുതിയ സർക്കാർ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാടിന്റെ ഭാവി ഉറപ്പിക്കാൻ കൈപ്പത്തി അടയാളത്തിൽ ശ്രീ VD സതീശനെ വമ്പിച്ച് ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കും. അദ്ദേഹത്തിനൊപ്പം ഒരു UDF സർക്കാർ കൊണ്ടുവരും. അത് ഞങ്ങളുടെ വിജയമല്ല, നിങ്ങളുടെ വിജയമായി മാറി വരും. UDF നയിച്ചാൽ നിങ്ങളാണ് ഭരിക്കാൻ പോകുന്നത് ഈ സംസ്ഥാനത്തിന്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിൽക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കാൻ പോകുന്നത്. ഒരിക്കലും കൂടി ആ കൈപ്പറ്റിയാണ് വോട്ട് തരുമെന്ന് അഭ്യർത്ഥിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ പര്യടന യാത്ര അതിനുവേണ്ടിയുള്ള സമ്മേളനത്തിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. സതീഷിനെ ജയിപ്പിക്കുക, UDF-ന്റെ സർക്കാർ കൊണ്ടുവരാൻ. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ,